ഫ്രാൻസിസ് കാഫ്ക ഒരു അവിവാഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസമുള്ളൊരു ശീലമാണ് വൈകുന്നേരങ്ങളിൽ തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ നടക്കാൻ പോകുക എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഇങ്ങനെ നടക്കാൻ പോകുന്ന വഴിക്ക് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ കരച്ചിലാണ്. കാഫ്ക പെട്ടെന്ന് ആ കുട്ടിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, മോൾ എന്തിനാ കരയണേന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം ഇതാണ്, കുട്ടി ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന അവളുടെ ഒരു പാവ എന്നെ കാണാനില്ല. അന്ന് മുഴുവൻ കാഫ്ക ഈ കുട്ടിയോടൊപ്പം ആ പാവ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല. പിന്നീട് കാഫ്ക ആ കുട്ടിയോട് നമുക്ക് നാളെ തപ്പാം എന്ന് പറഞ്ഞ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസവും ഇതുപോലെ ഈ പാവേനെ അന്വേഷിക്കാനായിട്ട് ഇവർ രണ്ടുപേരും ആ പാർക്കിലേക്ക് വരുന്നു. പാവേനെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. കാഫ്ക പെട്ടെന്ന് കുട്ടിയുടെ നേരെ ഒരു കത്ത് നീട്ടുകയാണ്. അത് ഈ പാവ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടുള്ള ഈ കുട്ടിക്ക് എഴുതിയതാണ് എന്ന് പറഞ്ഞാണ് കാഫ്ക ഈ കത്ത് കൊടുക്കുന്നത്. അപ്പോൾ കത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊരു യാത്ര പോവുകയാണ്, ലോകം ചുറ്റണമെന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനൊരു യാത്രയ്ക്ക് പോവുകയാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരി, നീ ദയവ് ഇത് കരയരുത്. ഞാൻ എൻ്റെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ കത്തുകളിലൂടെ നിനക്ക് അയക്കുന്നതായിരിക്കുമെന്നാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. കുട്ടിയുടെ സങ്കടമൊക്കെ മാറി. തൻ്റെ പ്രിയപ്പെട്ട പാവ, ആ പാവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയ്ക്ക് പോയിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് കുട്ടി സമാധാനപ്പെട്ടു. അങ്ങനെ ഓരോ ദിവസവും കാഫ്ക ഈ കുട്ടിക്ക് ഓരോ കത്തുകൾ കൊടുക്കാൻ തുടങ്ങി. ഓരോ കത്തിലും തൻ്റെ പാവയ്ക്ക് യാത്രയിൽ ഉണ്ടാകുന്ന വിവിധ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വിവരിച്ചുകൊണ്ടാണ് കാഫ്ക ഇത് എഴുതിയിരിക്കുക. കുട്ടി ഈ പാവയുടെ കത്ത് വായിച്ച് വളരെ സന്തോഷവതിയാകുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം കാഫ്ക ഒരു പാവയെ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്. ഇതാ നിൻ്റെ പാവ തിരിച്ചു വന്നിരിക്കുന്നു, യാത്രകൾ തീർന്നിരിക്കുന്നു, ഇതാ നീ തിരിച്ച് പാവയെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് കാഫ്ക ഈ കുട്ടിക്ക് ഈ പാവയെ തിരിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുട്ടി പാവയെ നോക്കിയിട്ട് പറയും, ഇതെൻ്റെ പാവയല്ല. പെട്ടെന്ന് കാഫ്ക മറ്റൊരു കത്ത് ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാം, ഇത് നിൻ്റെ പാവ നിന്നെ ഏൽപ്പിക്കാൻ എൻ്റെ തന്നതാണ്. അപ്പോൾ കുട്ടി വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മൈ ട്രാവൽസ് ഹാവ് ചേഞ്ച്ഡ് മീ. എൻ്റെ യാത്രകൾ എന്നെ മാറ്റിയിരിക്കുന്നു. കുട്ടിക്ക് സന്തോഷമായി. യാത്രകളിലൂടെ ഏറെ വളരുകയും രൂപാന്തരപ്പെടുകയും ചെയ്തുകൊണ്ടാണ് തൻ്റെ പാവ തിരിച്ചു വന്നിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടു കൂടി കുട്ടി ഈ പാവയെ എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം കാഫ്ക മരണമടയുന്നു. ഒരു ദിവസം ഈ കുട്ടി നോക്കിയപ്പോൾ ഈ പാവയ്ക്കുള്ളിൽ ഒരു കൊച്ചു കത്ത് ഒളിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുക. കത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പ്രിയ സുഹൃത്തെ, നമ്മൾ സ്നേഹിക്കുന്ന പലതും ഒരുപക്ഷെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കാം. പക്ഷെ സ്നേഹം അത് മറ്റൊരു വഴിയിലൂടെ നമ്മളിലേക്ക് തന്നെ തിരികെ വരും.